ശശി തരൂരിന് കേരളത്തിന്റെ പ്രധാന മുഖമായി മാറിയ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് 4 തവണയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന നേതാവിനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമല്ലേ ഇന്നലെ എറണാകുളത്ത് നാം കണ്ടത്? അതെ, വളരെ പണ്ഡിതനും എഴുത്തുകാരനും നല്ലൊരു പാർലമെന്റേറിയനാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി ആമുഖ പ്രസംഗം കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശശി തരൂരെ ക്ഷണിച്ചത് ഈ മഹാപഞ്ചായത്ത് നടക്കുന്നതിൻ്റെ ഒരു ആമുഖ പ്രസംഗത്തിന് ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ AICC മെമ്പർ എന്നുള്ള നിലയിൽ, പാർലമെൻ്ററി പാർട്ടി ഉപനേതാവ് എന്നുള്ള നിലയിൽ. പക്ഷെ അവിടെ പോയപ്പോൾ എന്തോ രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരുമായിട്ട് അത്ര പോരാ. അവർ നമുക്ക് TV ചാനലുകളിൽ തന്നെ കാണുമ്പോൾ അറിയാം, രണ്ടുപേരുടെയും മുഖങ്ങളിൽ ബോഡി ലാംഗ്വേജിൽ നിന്ന് ശശി തരൂർ വന്ന് കയറുന്ന സമയത്ത് തന്നെ രാഹുൽജിക്ക് കൈ കൊടുക്കുവാൻ കൈ നീട്ടുമ്പം അദ്ദേഹം തിരിഞ്ഞു മക്കളെയാണ്. അപ്പോൾ എന്തുകൊണ്ടും കോൺഗ്രസിൻ്റെ ഒരു സീനിയർ മോസ്റ്റ് ലീഡർ എന്നുള്ള നിലയിൽ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ, കാരണം രാഹുലിനെക്കാളും എത്രയോ ലോകം കണ്ട വ്യക്തി, രാഹുലിനെക്കാളും എത്രയോ കാലം പാർലമെന്റേറിയനായിരുന്ന വ്യക്തി, നല്ല ഒരു വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വ്യക്തി, അതിനുപരി എല്ലാ രാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യ പ്രതിനിധീകരിച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ആൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു നിസാരം കോൺഗ്രസിൻ്റെ ആരോ ആവട്ടെ ഒരു കൈ കൊടുക്കുമ്പോൾ കൈ കൊടുക്കുവാനോ ഒന്നും തയ്യാറാകാത്തത് ഇന്നും കോൺഗ്രസിൻ്റെ ആ ധാർഷ്ട്യവും കുടുംബവും ആ ഒരു രീതി ഇന്നും കോൺഗ്രസ് വച്ചുപുലർത്തും. കോൺഗ്രസിൻ്റെ സർവനാശം എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടും അപകർഷതാബോധവുമാണ്. നമുക്കറിയാം, ഗുലാം നബി ആസാദ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും കോൺഗ്രസിൻ്റെ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഒരു 8 വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ മാറി നിന്നിട്ടുണ്ട്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, നമ്മുടെ ആനന്ദ് ശർമ്മ, ഇങ്ങനെ തുടങ്ങിയ ഒരു പറ്റം ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന നേതാക്കളെ ഈ കുടുംബം അവഗണിക്കുകയാണ്. പ്രത്യേകിച്ച് അമ്മയും മകനുമല്ല. എന്തോ ഒരു അപജ്ഞ നേരിട്ട് കൊണ്ടാണ് നമ്മുടെ ഗുലാം നബി എന്ന പാർട്ടി വിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേരളത്തിലൊരു മഹാപഞ്ചായത്ത് വിളിച്ച്, അത് പാർട്ടിയുടെ പ്രവർത്തന രീതിയാണ്, നല്ല കാര്യമാണ് അവർ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്, അതിനൊന്നും ഒരു എതിർപ്പുമില്ല. മഹാപഞ്ചായത്ത് വിളിക്കുമ്പം അതിനകത്ത് പ്രസംഗിക്കുക, നിങ്ങൾക്ക് ആമുഖ പ്രസംഗം തരാം മിസ്റ്റർ തരൂർ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ട് KPCC ഭാരവാഹികൾ അവിടെ പോയിട്ട് അദ്ദേഹത്തെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഈ ഒരു അപമാനം അതെന്താ? മോഡിജി ലോകരാഷ്ട്രങ്ങളുടെ പഹൽഗാം സംഭവം നടന്നതിന് ശേഷം ഭാരതം കുറ്റക്കാരല്ല എന്ന് വിവിധ രാജ്യങ്ങളെ ധരിപ്പിക്കുവാൻ. അല്ലെ, അതെന്താ ശശി തരൂരിന് മനസ്സിലാകാത്ത? തന്നെ അപമാനിച്ചു എന്ന ശശി തരൂരിനെല്ലാം അറിയാം. അല്ല, എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു? കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ സമയവും സാഹചര്യവും, ഇത്രയും കാലം കോൺഗ്രസിനകത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, ഇനി ഒരു പാർട്ടിയിലേക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു കോൺഗ്രസിൻ്റെ ആ ഒരു പഴയ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്നൊക്കെ ഉള്ള ആ ഒരു പഴയ ഒരു ഇതും വച്ചാണ് കോൺഗ്രസിൽ ഇത്രയും കാലം കളിച്ചു നിൽക്കുന്നത്. അദ്ദേഹം ഇനി അധികം കാലം കോൺഗ്രസ്, അദ്ദേഹത്തെക്കാൾ പാരമ്പര്യമുള്ള പല നേതാക്കളും ഇന്ന് BJP പാളയത്തിലാണ്. BJP പാളയത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട്, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന എത്രയോ നേതാക്കളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ശശി തരൂരിന് സാധിക്കുന്നില്ല? താമസിക്കാതെ തന്നെ അദ്ദേഹം ഈ ഒരു അപമാനവും കൂടി സഹിച്ചതുകൊണ്ട് പാർട്ടി വിടുമെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള എല്ലാം അദ്ദേഹം അല്ലേ എപ്പോഴും വിടണം, എങ്ങനെ പോകണം, ഏത് പാർട്ടി പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അവസാനമായിട്ട് നടന്ന ഇപ്പോഴത്തെ മോഡിജിയുടെ നമ്മുടെ യൂറോപ്യൻ സൈഡിൽ പോയ യാത്രയിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും നമ്മൾ കൂടെയായത്, ചൈനയുമായിട്ടുള്ള ഡിസ്കഷൻ, ഇതായിരിക്കണം ഒരു പ്രധാനമന്ത്രി നയം നിറഞ്ഞ നേതാവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചു. ഇതെല്ലാം ചെടിപ്പിക്കുകയാണ്. പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യ പ്രക്രിയയിൽ പാർലമെൻറ്റിനകത്ത് നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തെങ്കിലും കോൺഗ്രസ് ബഹുമാനപ്പെട്ട മെമ്പർമാരെ മര്യാദയ്ക്കരുതെന്ന് പറഞ്ഞു, സംസാരിക്കാതെ, ബഹളം കാണിക്കാതെ, വാക്കൗട്ട് നടത്താതെ.
അതിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തെ പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ദ്രോഹിക്കുന്നതിൽ ഒരുപാട് അമർഷമുണ്ട്. അദ്ദേഹം പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കൂടി തന്നെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ പാർലമെന്റിൽ ഭാരതത്തിൻ്റെ നിർണായക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വാക്കൗട്ട് ഇറങ്ങിപ്പോണത് പ്രതിപക്ഷ മര്യാദയല്ല എന്ന് പ്രതിപക്ഷ MP ആയിരുന്ന ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് നല്ല കാര്യം, അദ്ദേഹം വിദേശ രാജ്യങ്ങൾക്ക് പോയി. അല്ല, അതും മറ്റൊരു കാര്യമാണല്ലോ. രാജ്യത്തെ കുറിച്ച് സംസാരിച്ചാൽ, രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിച്ചാൽ അത് BJP-യെ പുകഴ്ത്തുന്നു എന്ന അജണ്ടയിലേക്ക് അദ്ദേഹത്തെ മാറ്റുക. താങ്കൾ പറഞ്ഞ കറക്റ്റ്. അദ്ദേഹം പറയുന്നത് ഇവിടെ മതമല്ല, ഇവിടുത്തെ ജാതികളല്ല പ്രശ്നം. അതപ്പതിച്ച് കിടന്ന ഈ ഭാരതത്തെ 12 വർഷമായിട്ട് ഉന്നതിയിൽ എത്തിച്ചത് പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം കുറിച്ചു. അത് കോൺഗ്രസിനെ ചടിപ്പിച്ചു. കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ദോഷമുണ്ടായി. ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അമ്മുമ്മ ശ്രീമതി ഗാന്ധിക്ക് മോശമാണ്. അച്ഛൻ രാജീവ് ഗാന്ധിക്ക് മോശപ്പേരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാൻഡ് ഫാദർ, അത് കഴിഞ്ഞിട്ടുള്ള ഫാദർ, അത് കഴിഞ്ഞിട്ടുള്ള അമ്മുമ്മ എല്ലാം മോശമായ ഭരണങ്ങളായിരുന്നു. ഇപ്പോഴും നല്ല ഭരണം, ഇത്രയും കാലം ഭാരതം ദാരിദ്ര്യത്തിലായിരുന്ന ഭാരതത്തെ 12 വർഷം കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒന്നാമതെത്തിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തരൂരിൻ്റെതാണ് കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും സോണിയയും ചടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പിന്നാളികളായിട്ട് പുറകെ നിന്ന് നടക്കുന്ന KCക്കും ബാക്കിയുള്ള അതിലെ ജയറാം രമേശിന്, കപിൽ സിബൽ പോലുള്ള നേതാക്കളെ ചടിപ്പിച്ചത്. അപ്പം സത്യം പറഞ്ഞാൽ മോശമാണ്. ഈ സമയത്താണ് നമ്മളെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മകൾ വരുന്നത്. താങ്കൾക്കും ചിലപ്പോൾ അറിയായിരിക്കും, ശ്രീമതി ഇന്ദിരാഗാന്ധിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചർച്ചയ്ക്ക് അയച്ചുകൊണ്ടിരുന്നത് വാജ്പേയിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ രീതിയിലുള്ള ഹിന്ദി സംസാരം, എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയം നിറഞ്ഞ ബന്ധം. അപ്പോൾ ശ്രീമതി ഗാന്ധി തന്നെ പറഞ്ഞു, ചൈനയിലുള്ള ചർച്ച നടക്കുന്ന സമയം, ഇന്ത്യ ചൈന വാർ നടന്നപ്പോൾ ചർച്ചയ്ക്ക് അവിടെ വിളിച്ചിട്ടും അവിടുന്ന് നമ്മുടെ മേഘാലയ അരുണാചൽ അതിർത്തിയിലുള്ള പട്ടാളങ്ങളെ വെടിവെച്ചു. ധീരനായ വാജ്പേയി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലീ പെങ്ങിൻ്റെ മുൻപ് ആ വട്ടമേശ സമ്മേളനത്തിലെ ഫയല് വലിച്ചെറിഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന്, ബെയ്ജിങ്ങിൽ നിന്ന് വിമാനം കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി. ആരാ പോയി സ്വീകരിച്ചത് എയർപോർട്ടിൽ? അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പോയി അടൽ ബിഹാരി വാജ്പേയി ശ്രമിച്ച പ്രൗഡ് ഓഫ് എന്ന് പറഞ്ഞ് സല്യൂട്ട് കൊടുത്ത് ശ്രീമതി ഗാന്ധി സ്വീകരിച്ചുകൊണ്ട്. ആ ഒരു പ്രതിപക്ഷ ബഹുമാനം, ആ ഒരു മര്യാദ ഇന്ന് കോൺഗ്രസ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്കകത്തുള്ളവർക്ക് പോലും കോൺഗ്രസിന് അവമാനം സഹിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് താമസിക്കാതെ തന്നെ ഡോക്ടർ ശശി തരൂർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുമെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും മറ്റൊരു കാര്യം, ഈ പുകഴ്ത്തൽ മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി കുടുംബത്തിനെതിരെ, നെഹ്റു കുടുംബത്തിനെതിരെ ആര് തിരിഞ്ഞാലും ഈ അവസ്ഥയായിരിക്കുമോ? കോൺഗ്രസിൽ അപമാനിക്കപ്പെടുമെന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങുകയാണ്. ആണ്, തീർച്ചയായിട്ടും. അർജുൻ സിംഗ് മഹാനായ ഭരണാധികാരിയാണ്. UP-യിലെ 3 ടൈം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നെഹ്റു കുടുംബമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ദ്രോഹിച്ചതും. അദ്ദേഹത്തിന് നെഹ്റു എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദുത്വത്തിൽ വിശ്വാസമില്ല, ഇസ്ലാമിസ്റ്റ് രക്തബന്ധമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും സ്നേഹമുണ്ട് എന്ന്. ഈ അർജുൻ സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കുറേ കാലത്തിന് മുമ്പേ, വൻ വിവാദമായി. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പശ്ചിമ ബംഗാളിലെ തിൻബിക എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപ് പാട്ടത്തിന് കൊടുത്തത് ബംഗ്ലാദേശിന്. എന്ത്, നമ്മുടെ വീട്ടിലൊരാൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട് കുറേ കാലം കഴിയുമ്പം നമ്മൾ ആ വീട് ആ വ്യക്തിക്ക് എഴുതി കൊടുക്കുമോ? ആ ഒരു ഇന്ത്യയുടെ ബംഗാളിലുള്ളൊരു ദ്വീപ് തിൻബിക, ആ ദ്വീപിനെ ബംഗ്ലാദേശിന് എഴുതി കൊടുത്തു, നിങ്ങളത് എടുത്തോളൂന്ന്. കുടുംബ സ്വത്ത് പോലെ എന്നാണ് ശ്രീമതി ഗാന്ധി ചെയ്തത്. അതിന് നഖശികാന്തം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗ് മധ്യപ്രദേശിൽ എതിർത്തു. ഇന്ത്യയുടെ ഭൂമിയാണ് ഭാരതാംബ, ഭാരതാംബ എന്നാണ് ആ കോൺഗ്രസ് ലീഡർ അന്ന് വിളിച്ചത്. ഭാരതാംബയുടെ പല അവയവങ്ങളും അഖണ്ഡ ഭാരതമായിരുന്ന ഭാരതം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, നേപ്പാള്, ഭൂട്ടാൻ, ഇങ്ങനെ ബർമ്മ, ഇങ്ങനത്തെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന 60-62 കാലഘട്ടത്തെ അഖണ്ഡ ഭാരതം. അതിന് ഓരോ ഭരണാധികാരികളാണ് ഓരോ രാജ്യത്തിന് വെട്ടിമുറിച്ചു കൊടുത്തത്.
ഇനിയും ഒരു വിഭജനം ആവശ്യമുണ്ടോ? ഈ ദ്വീപ് എന്തിനാണ് ബംഗ്ലാദേശിന് കൊടുത്തതെന്ന് അർജുൻ സിംഗിനെ ചോദിച്ചപ്പം അർജുൻ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ കോൺഗ്രസിനെതിരെ നേതൃത്വത്തെ ആരാണോ ചോദ്യം ചെയ്യുന്നത് അവർക്കെതിരെ നടപടിയെടുക്കും. ഇവിടെ ശ്രീമതി AK ആന്റണിക്കെതിരെ നടപടിയെടുത്തില്ല, ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചു. അങ്ങനെയല്ലേ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സഖ്യമുണ്ടാക്കി EMS മുഖ്യമന്ത്രിയായി 2.5 വർഷക്കാലം കേരളത്തിലിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ AK ആന്റണി കോൺഗ്രസ് എന്നും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് എന്നും പറഞ്ഞ 2 കോൺഗ്രസ് ഉണ്ടായി. അപ്പം പല പല നേതൃത്വത്തെ വിമർശിക്കുന്ന പല വ്യക്തികളെയും കോൺഗ്രസിൽ നിന്ന് പുറത്താവും. പുതിയ പാർട്ടികൾ വന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ ബീജഭാവം നൽകിയ ഡോക്ടർ കേശവ് ബൽറാം അഡ്ഗേവർ AICC മെമ്പറായിരുന്നു. 1931-ലോ 1930-ലോ നമ്മുടെ വർധ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വീണ്ടും വിഭജനം വന്നപ്പോൾ ഇനിയൊരു വിഭജനം ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് AICCയിൽ പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് AICCയിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോയൊരു ദേശീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇന്നിവിടുത്തെ കോൺഗ്രസ്സുകാരും വീക്ഷണം പത്രങ്ങളും പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമരമായിട്ട് ഡോക്ടർ കേശവ് ബൽറാമിനോ ഗുരുജി ഗോൾവേക്കർക്കോ ബന്ധമില്ല എന്ന്. എന്ത് ശുദ്ധ അസംബന്ധമാണ്! പാർലമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള പഴയകാല പാർലമെൻറ്റ് രേഖകളും ഇന്ത്യൻ ചരിത്രങ്ങളും ആരാധനായ നരേന്ദ്രമോദി ഇന്ന് പല സർവകലാശാല വിദ്യാർത്ഥികൾക്കും തുറന്നു കൊടുത്തിരിക്കുന്നു പഠിക്കാൻ. ഇന്നാണ് ആ സത്യങ്ങൾ പുറത്തു വരുന്നത്. 925-ൽ രാഷ്ട്രീയ സ്വയംസേവാ സംഘം നാഗ്പൂർ മോഹിനിവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് രൂപീകരിച്ചെങ്കിലും കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു ഡോക്ടർ ജി. കോൺഗ്രസ് അങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ഒരു വർഗ്, ശാഖാ വർഗ് ഒരു ജില്ലയിലുള്ളത് കാണാൻ വന്നിട്ട്, മിലിറ്ററിയുടെ ചിട്ടയാണല്ലോ ദണ്ടയും ടൗസറും ഇട്ട് നിങ്ങളുടെ പരേഡും കാര്യങ്ങളും, ഗുഡ് നിങ്ങളെ നെക്സ്റ്റ് റിപ്പബ്ലിക് ദിനത്തിൽ ക്ഷണിച്ചിരിക്കുന്നു പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന് റിപ്പബ്ലിക് പരേഡിൽ പട്ടാളക്കാരോടൊപ്പം ചേർന്നത്. അതുമാത്രമല്ല, 78-ൽ നടന്ന മോർവി വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പട്ടാളക്കാർ സഹായിച്ചു. അന്ന് NSCO യൂത്ത് കോൺഗ്രസ്സുകാരോ സഹായിക്കാൻ പോയപ്പം പറഞ്ഞ വാക്കുകൾ എന്താ? നേതാക്കൾ അഴിയെ ചീഞ്ഞഴിഞ്ഞ മൃതദേഹങ്ങൾ എടുക്കുവാനൊന്നും കോൺഗ്രസ്സുകാർക്ക് ഒക്കുകയില്ല. സ്വയംസേവകർ നിക്കറുമിട്ട് കൊണ്ടുവന്ന് മൃതദേഹങ്ങൾ വാരി മിലിറ്ററിക്കാരോടൊപ്പം സഹകരിച്ചതിൻ്റെ പ്രത്യുപകാരവുമായിരുന്നു റിപ്പബ്ലിക് പരേഡിൽ അവരെ മിലിറ്ററിക്കാരോടൊപ്പവും സൈന്യത്തിനോടൊപ്പവും പരേഡിന് അനുമതി കൊടുത്തത്. ആ സംഘടനയെ 2 പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വയംസേവാ സംഘം പണ്ട് കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നമ്മുടെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പല ബുക്കുകളിലും എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംയുക്ത ഗവൺമെൻറ് വരണം, പിരിച്ചുവിടുവാൻ ആഹ്വാനം ചെയ്തത് അധികാരമോഹിയായ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുവാൻ ക്ഷണിച്ചതാണ്. അങ്ങനെ ഗാന്ധിജി വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് കുടുംബ പേരുകളെല്ലാം ആ ഗാന്ധിജിയുടെ പേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ മെഹർ സമുദായക്കാർക്ക് ഗാന്ധിജി കുടുംബത്തിൻ്റെ പേരെന്തോന്നു? ഗാന്ധിജിയുടെ ഏതെങ്കിലും ഒരു മക്കളെന്ന് AICC മെമ്പറാണോ? ഗാന്ധിജി എന്തുമാത്രം സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചേഷാറുണ്ട് സരസ്വതി ഗാന്ധി, കോൺഗ്രസ്സിലില്ല. അദ്ദേഹം സാമൂഹിക പ്രവർത്തനമായിട്ട് ഇങ്ങനെ നടക്കുന്നു. പല നമ്മുടെ കസ്തൂർബ ഗാന്ധി, ഗാന്ധിജിയുടെ ഭാര്യയുടെ ബന്ധുക്കൾ ആരും ഇന്ന് കോൺഗ്രസ്സിലില്ല. എന്തിനേറെ പറയുന്നു, ആ നാട്ടിലെ കോൺഗ്രസ് ഇല്ല, ഗുജറാത്തിൽ. അപ്പോൾ ആ രീതിയിൽ എത്തിക്കുവാൻ കാരണം കോൺഗ്രസിൻ്റെ ഈ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അതുകൊണ്ട് ശശി തരൂർ പോലുള്ള വ്യക്തികൾ ആത്മപരിശോധന നടത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം വരികയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണമാണ്. പക്ഷേ അദ്ദേഹം വരാൻ ഇനിയും താമസിക്കുന്ന കാര്യം കോൺഗ്രസിന് MLA-മാർ കിട്ടി വരികയാണ് എങ്കിൽ ഒരു പിളർപ്പോടുകൂടിയായിരിക്കും അദ്ദേഹം BJP-യിൽ വരുന്നത്. അപ്പോൾ ഇനി വരുന്ന 90 ദിവസത്തിനകത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയും ആ തിരഞ്ഞെടുപ്പിന് ഇന്നും കേരള പ്രദേശ് കോൺഗ്രസ് MLA-ക്കകത്തായാലും പാർട്ടിക്കകത്തായാലും ശശി തരൂരിന് നിർണായക സ്വാധീനം നേതാക്കളുടെ ഇടയിലുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം
വന്ന് ഇത്തരത്തിലുള്ള അവമാനങ്ങൾ സഹിച്ച് ഒരു പരിധിയാകുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുമ്പോൾ പടലയോടെ ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ പച്ച ഗവൺമെൻറ്റുകളൊന്നും വരികയില്ല. അങ്ങനെ പല മോഹങ്ങളും ആണ് ഇപ്പം ഇറങ്ങുന്നത്. പച്ച MLA-മാരായിട്ടുള്ള 5-6 പേരുണ്ടല്ലോ, അവരവരെ കൂടെ നിൽക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന VD സതീശനൊക്കെ. അതൊക്കെ വെറും അമിത മോഹമായി പോകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ ജയിക്കുന്ന MLA-മാരെ കൊണ്ട് ചിലപ്പോൾ ശശി തരൂർ മാറിക്കൂടുന്നില്ല. ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതാണല്ലോ. രാവിലെ ഇറങ്ങിയാൽ മതത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലാണ്, ഒരു ജില്ലയുടെ മലപ്പുറത്തിൻ്റെ പേരിലാണ് ചർച്ചകളും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, കേരളം അന്നും ഇന്നും ജനങ്ങളെ പറ്റിക്കുകയാണ്, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ മുമ്പ് പറയുന്നത് എന്താ? വികസനം, ഡെവലപ്മെൻറ്റ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ജാതിയും മതവും മാറ്റിവെക്കുക. ഇവർ ഭാരതീയ ജനതാ പാർട്ടി കുറ്റപ്പെടുത്തുന്നു വർഗീയ പാർട്ടിയാണെന്ന്. അവർ വർഗീയമായിട്ടല്ല, ഈ കേരള സംസ്ഥാനം മലപ്പുറവും വികസിക്കണം, തിരുവനന്തപുരവും വികസിക്കണം. നല്ല നല്ല നമ്മളെ ദേശീയതയിലേക്കുള്ള മുസ്ലിം സഹോദരങ്ങൾ കേരളത്തിനകത്തുണ്ട്. അവരെ പോലും ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദികളാണ്. അപ്പോൾ ആ ഒരു നല്ല ആശയങ്ങളായിട്ട് പുതിയൊരു 2026 മിഷനോടുകൂടി ഈ കേരളത്തിലെ പ്രവർത്തനത്തിന് കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ജനതാദളുകാർ, CPI-കാർ എല്ലാം അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പം ശശി തരൂരിനെ പോലെ ഈ ശ്വാസം മുട്ടി നിൽക്കുന്നവരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. പുതിയൊരു ഗവൺമെൻറ് വികസനത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാകും. അതിൻ്റെതെല്ലാം 2 ദിവസത്തിനകത്ത് മോഡിജി വന്നതിന് ശേഷമുള്ള പ്രാരംഭ പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.